വാഴ 2 സിനിമ തിയേറ്ററുകളിൽ സജീവമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹൗസ്ഫുൾ ആണ്. അതിൽ അഷ്ന എന്ന ക്യാരക്ടറിൽ അഭിനയിച്ച വേദ ശങ്കറിന്റെ വീട്ടിലാണ് ഈ വിഷുദിനത്തിൽ ഏഷ്യനെറ്റ് ന്യൂസ് ഉള്ളത്. വേദ മാത്രമല്ല, കുടുംബം മൊത്തം നമ്മുടെ കൂടെയുണ്ട്. വേദ, എങ്ങനെയാണ് ഇന്നത്തെ വിഷുവിനെ കാണുന്നത്? നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. എങ്ങനെയാണ് ഫാമിലിയെ പോലെ പരിചയപ്പെടുത്താൻ? ഇത് അമ്മച്ചൻ, ഇത് അമ്മമ്മ, അനിയത്തി, അമ്മ, അച്ഛൻ. വാഴ 2 എന്ന് പറയുന്നത് ഇപ്പോൾ 200 കോടി ക്ലബിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരു പക്ഷേ ഇന്നോ നാളെയൊക്കെ ആയിട്ട് 200 കോടി ക്ലബിലെത്തും. ആദ്യത്തെ ഒരു സിനിമയാണ് അല്ലേ? എന്താ ഇതാണ് വിഷു സമ്മാനം? നല്ല സന്തോഷമുണ്ട്. ലൈക്ക് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th 8ാം ക്ലാസ്സിലാണ്. പക്ഷെ അതിൽ +2 ആണല്ലോ. എങ്ങനെയാണ് അതിലേക്ക് ഒരു +2 സ്റ്റുഡൻ്റ് ഒക്കെ ആയിട്ട് അഭിനയിക്കുമ്പോൾ അതിലേക്ക് എത്തുന്നതൊക്കെ? അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ശരിക്കും എൻ്റെ ക്യാരക്ടറിന് അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ സിനിമ അഭിനയിച്ച് ഇങ്ങനെ വരുന്നതുകൊണ്ട് ലാസ്റ്റ് ഞാൻ 12ാം ക്ലാസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഏജ് തോന്നിച്ചു. അപ്പോൾ ഞാൻ കറക്റ്റ് അവിടെ എത്തും ചെയ്തു. ഇതിന് മുമ്പൊരു 2 ഡേയ്സോളം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജേഷ് നാരായണൻ സാറായിരുന്നു പുള്ളി ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു എൻ്റയർ പ്രോസസ്സിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റിനെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് നല്ല രീതിയിൽ പുള്ളിക്ക് മോൾഡ് ചെയ്യാൻ പറ്റി. പിന്നെ വിപിൻദ സാർ ആദ്യം തന്നെ തുടക്കത്തിൽ ഇവർക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടറും സവിൻ പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ എല്ലാവരും കൂടെ ആ ക്യാരക്ടർ തന്നെ അഷ്ന എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഷൂട്ടിൽ ട്രീറ്റ് ചെയ്തിരുന്നത്. മോള് വലിയ സിനിമാ നടിയൊക്കെ ആയിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? ഇനി ആഹ്ലാദിക്കാൻ വല്ല വഴിയുണ്ടോ? അത്രയും ആഹ്ലാദം വന്നു കഴിഞ്ഞില്ലേ? 200 കോടിയുടെ ക്ലബിലേക്കൊക്കെ എത്താൻ പോകുക എന്ന് പറഞ്ഞാൽ മോളെ മാത്രമല്ല, ഞങ്ങളെ ജീവിതത്തിൽ തന്നെ ദൈവത്തിൻ്റെ കടാക്ഷം നിറഞ്ഞു നിൽക്കാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് മോളെ അടുത്തതിലേക്കുള്ള സ്റ്റെപ്പ് കൂടി മായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതലാണ് മോളിപ്പോൾ ആ കഥാപാത്രത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുതന്നെ ആ കുട്ടിയുടെ ക്യാരക്ടറിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവളിങ്ങനെ എത്തിപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എഡ്യൂക്കേഷനും കൂടി പ്രാധാന്യം കൊടുക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന സംഗതി. അതിൻ്റെ കൂടെ ഇതും പോട്ടെ. പഠിപ്പ് മുടക്കരുതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെ ഈ പഠനവും സിനിമയും ഒക്കെ ഇനി യോജിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയി മാറിയല്ലോ. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിലും ഉണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് ക്ലാസ് ഒന്ന് കേൾക്കാൻ, എക്സാം എഴുതാൻ മാത്രം ഒന്ന് പോയാൽ പോരെ. അപ്പോൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഓൺലൈൻ ക്ലാസ് കേൾക്കും. പിന്നെ എക്സാം എഴുതാൻ വേണ്ടി പറ്റണ പോലെയൊക്കെ എത്തും. കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. എന്ത് പറഞ്ഞു കൂട്ടുകാരൊക്കെ? എല്ലാവരും മെസ്സേജൊക്കെ അയച്ചതല്ലേ, കൺഗ്രാറ്റ്സ് 100 crore മെസ്സേജൊക്കെ അയച്ചു. എല്ലാവർക്കും സന്തോഷം.